ദൃശ്യങ്ങളുണ്ടെങ്കിൽ പുറത്തു വിടണം. ഇതുവരെ കണ്ട ദൃശ്യങ്ങളനുസരിച്ച് കരിങ്കൊടി കാണിക്കാൻ ചെന്ന KSUവിന്റെ പ്രവർത്തകർ മന്ത്രിയുടെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. മാത്രമല്ല, മന്ത്രിയാണ് അവരെ തല്ലാൻ പോയത്. എല്ലാവരും കണ്ടു. ഭീരുക്കൾ എന്ന് വിളിച്ച് അങ്ങോട്ട് ഓടിപ്പോകുന്നതും പോലീസ് വളരെ പണിപ്പെട്ട് മന്ത്രിയെ ശാന്തമാക്കുന്ന രംഗങ്ങളൊക്കെ CCTVയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്നത്? അത് മാത്രമല്ല, ഇന്നലെ രാത്രി മന്ത്രിയെ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരിയാർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് CPMന്റെ പാർട്ടി ഓഫീസാണ്. അവിടുത്തെ ചികിത്സാ പിഴവുകളെക്കുറിച്ച് നിരന്തരം പരാതി വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് മന്ത്രിയെ അങ്ങോട്ട് മാറ്റിയത് തന്നെ ഈ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, 1-ാം നമ്പർ പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞ് മൂന്നാമതെത്തിയപ്പോഴേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കഴുത്ത് ഉളുക്കിപ്പോയത്? സ്പീക്കർ ഷംസീറിനെ കാണുന്നതുവരെ മന്ത്രിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഷംസീറിനോട് കാര്യങ്ങൾ പറയുന്നു. ഷംസീർ ഉടനെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. പെട്ടെന്ന് കഴുത്തുവേദന വന്ന് മന്ത്രിക്ക് അവശതയുണ്ടാവുന്നു. നേരെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നു. മുഖ്യമന്ത്രി അവിടെ വന്ന് കാണുന്നു. ആ സമയം കൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കലാപങ്ങൾ ഉണ്ടാവുന്നു. ഇന്നലെ നിങ്ങൾ കണ്ടാണ് സെക്രട്ടറിയുടെ മുൻവശത്തുള്ള പുതുവത്സര യാത്രയുടെ സ്വാസംഗം ഓഫീസ് അടിച്ചു തകർത്തിട്ട് ഞാൻ തന്നെ പോലീസിൽ വിളിച്ചു പറഞ്ഞ് 1 മണിക്കൂർ ഞാൻ അവിടെ കാത്തിരുന്നിട്ടും ഒരു പോലീസുകാരൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡാണ്. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി, മന്ത്രി എന്നുള്ള നിലയ്ക്ക് അട്ടർ ഫെയിലിയർ ആണെങ്കിലും 1990കളിൽ യുവജനോത്സവത്തിന് മോണാക്ടിനും മറ്റും അവാർഡ് കിട്ടിയത് അതിന്റെ ഒരു റിഹേഴ്സലായിരിക്കാം, അതിന്റെ ഒരു തുടർച്ചയായിരിക്കാം ഇന്നലത്തെ സംഭവം. അപ്പൊ അതിന് ഏതാണ്ട് നല്ല കപ്പാസിറ്റി ഉണ്ട്. വാർത്ത വായിക്കുന്ന പോലെ തന്നെ മിടുക്കിയാണ് ഈ അഭിനയിക്കുന്ന കാര്യത്തിൽ. അപ്പൊ മികച്ച അഭിനയത്തിന് ഒരു അവാർഡ് അടുത്ത വർഷം സത്യത്തിൽ ഈ മന്ത്രിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വിദഗ്ധ സംഘം ഡോക്ടർമാർ വന്ന് മന്ത്രിയുടെ ഈ പരിക്കൊന്ന് പരിശോധിക്കാം. അതാകുമ്പോൾ ആർക്കും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ലല്ലോ. ഡൽഹിയിൽ നിന്ന് തന്നെ വിദഗ്ധ സംഘം ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് എന്താണ് കുഴപ്പമെന്ന് അറിയട്ടെ. കേരളത്തിലെ